Now നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്കീം എന്ന ലാംഗ്വേജിനെ കുറിച്ചാണ്. ഒരു ഓവർവ്യൂ കിട്ടുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കീം എന്ന് പറയുന്ന സ്കീം ഇന്റർപ്രറ്റർ റൺസ് ഓൺ റീഡ്, ഇവാലുവേറ്റ് ആൻഡ് പ്രിന്റ് ലൂപ്പ്. എന്താണ് റീഡ്, ഇവാലുവേറ്റ് ആൻഡ് പ്രിന്റ് എന്ന് പറയുന്ന ലൂപ്പിലാണ് എന്ത് സ്കീം ഇന്റർപ്രറ്റർ വർക്ക് ചെയ്യുന്നത്. എന്താണ് ഇറ്റ് റീഡ്സ് ദ ഇൻപുട്ട് ഫ്രം എ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ്, ദെൻ ഇവാലുവേറ്റ്സ് ദാറ്റ് ഇൻപുട്ട് ആൻഡ് പ്രിന്റ്സ് ദ റിസൾട്ട്. അത്രയാണ് എന്താണ് സ്കീം ഇന്റർപ്രറ്റർ റൺ ചെയ്യുന്നത്. റീഡ്, ഇവാൽ, പ്രിന്റ് എന്ന് പറയുന്ന ഇൻഫൈനൈറ്റ് ലൂപ്പിലാണ്. ഇറ്റ് റിപ്പീറ്റഡ്ലി റീഡ്സ് ദ expression from a standard input device and evaluates that expression and then prints the resulting value. ഫസ്റ്റ് പോയിന്റ് അതാണുള്ളത്. രണ്ടാമത്തേത്, ഇതിൽ നമ്മൾ എന്ത് എക്സ്പ്രഷനും എഴുതുന്നത് ഒരു നൊട്ടേഷനിലാണ്. നൊട്ടേഷൻ ഈസ് നോൺ ആസ് കേംബ്രിഡ്ജ് പോളിഷ് നൊട്ടേഷൻ. The notation is known as Cambridge Polish notation. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ എവറിത്തിങ് ഈസ് റിട്ടൺ ബിറ്റ്വീൻ എ പെയർ ഓഫ് ബ്രേസസ്. അതിനകത്തായിരിക്കും എഴുതുക. ആൻഡ് അതുപോലെ തന്നെ എഴുതുന്ന എന്ത് ഫോമിലായിരിക്കും? നമ്മൾ പ്രിഫിക്സ് നൊട്ടേഷൻ ആയിരിക്കും. പ്രിഫിക്സ് എന്തായിരുന്നു? ഇൻഫിക്സ്, പോസ്റ്റ് ഫിക്സ്, പ്രിഫിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഫിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളുടെ ഓപ്പറാൻസിന് ഇടയ്ക്കായിട്ടായിരിക്കും, മിഡിൽ പോർഷനിലായിരിക്കും അതിൻ്റെ ഓപ്പറേറ്റർ വരിക. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ അഥവാ ഓപ്പറേറ്റർ ആയിരിക്കും ആദ്യം എഴുതേണ്ടത്, പിന്നീടായിരുന്നു ഓപ്പറാൻസ് എഴുതുന്നത്. പോസ്റ്റ് ഫിക്സ്, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഓപ്പറാൻസ്, അതിനുശേഷം വേണം നമ്മളുടെ ഓപ്പറേറ്റർ എഴുതാൻ. ഇവിടെ എന്താണ്? പ്രിഫിക്സ് നൊട്ടേഷൻ ആണ് വിത്തിൻ ദ പരാന്തസിസ്. അപ്പോൾ എന്താണ് ഇവിടെ എന്താണ് പ്രിഫിക്സ് എക്സ്പ്രഷൻ ആയിരുന്നു എഴുതേണ്ടത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത് എന്താണ്? +3 4. ഇതെന്താണ് മീൻ ചെയ്യുന്നത്? 3 4 പ്ലസ് അല്ലെ +3 4 എന്നതുകൊണ്ട് എന്താണ് 3 + 4 എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആൻസർ ആയിട്ട് സ്കീം ഇന്റർപ്രറ്റർ നമുക്ക് എന്തായിരിക്കും തരിക? ഇറ്റ്സ് ആൻസർ വിൽ ബി 7 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. അതുപോലെ തന്നെ ഇനി ഇതേപറ്റി കൂടുതൽ കാര്യങ്ങൾ, ഇതിനകത്തൊരു ലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നമുക്ക് ലോഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ആണെന്നെങ്കിൽ ഒരു ഇൻപുട്ട് ഫയൽ, അത് നമ്മൾ എന്തിലാണ് എഴുതുന്നത്? ബ്രാക്കറ്റിനകത്താണ് എഴുതേണ്ടത്. ലോഡ്, അതുപോലെ തന്നെ ആ ഇൻപുട്ട് ഫയലിന്റെ പേര് എഴുതി കൊടുത്താൽ, മൈ ഫയൽ എന്നാണ് അതിന്റെ പേരെങ്കിൽ അങ്ങനെ എഴുതി കൊടുത്താൽ എന്ത് സംഭവിക്കും? ഈ ഫയലിനെ ലോഡ് ചെയ്ത് റീഡ് ചെയ്യുക, ഈ ഫയലിൽ നിന്നുള്ള ഡീറ്റെയിൽസ് റീഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തിൽ വീണ്ടും ഞാൻ പറഞ്ഞു +3 4 എന്ന് എഴുതിയാൽ എന്താണെന്ന് പറഞ്ഞു? ഇതൊരു എക്സ്പ്രഷൻ ആണ്. എഗെയിൻ ഞാനൊരു ബ്രാക്കറ്റ് ഇതിനെ കവർ ചെയ്തുകൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്താ ചെയ്യുക? ആദ്യം റീഡ് ചെയ്യുന്നു. റീഡ് ചെയ്യുമ്പോൾ +3 4 ഇവാലുവേറ്റ് ചെയ്യുന്നു. 3 + 4 എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. 3 + 4 ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആൻസർ എന്താ കിട്ടുക? 3 + 4 7 ആയിരിക്കും. അത് എന്തിനാണ്? അത് ഈ ഉള്ളിലുള്ള ബ്രാക്കറ്റിനകത്തുള്ള കാര്യങ്ങളാണ്. അതിന്റെ ആൻസർ 7. ഇങ്ങനെ ആയിരിക്കുമല്ലോ അതിനെ ഇവാലുവേറ്റ് ചെയ്ത് വരുമ്പോഴും. എഗെയിൻ ഇതൊരു എക്സ്പ്രഷൻ അല്ലേ, ബ്രാക്കറ്റിനകത്ത് വരുന്ന ഒരു എക്സ്പ്രഷൻ. ആദ്യം വരുന്നത് ഓപ്പറേറ്റർ 7 എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ വിത്ത് 0 ആർഗ്യുമെന്റ്സ്. ഇത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? എറർ എന്നായിരിക്കും വരിക. മനസ്സിലായോ? ഇതിന്റെ ആൻസർ ആയിട്ട് അല്ലെങ്കിൽ എന്ത് എറർ ആയിരിക്കും വരുന്നത്? ഇവാലുവേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് എറർ വന്നത്. എന്ത് എററാ വരിക? 7 ഈസ് നോട്ട് എ പ്രൊസീജിയർ എന്ന് പറഞ്ഞു വരും. അങ്ങനെയല്ല ഒരു പ്രൊസീജിയർ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇറ്റ്സ് ആൻ എറർ. ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യുന്നത്? ഇനി എനിക്ക് ഇതിനകത്തിലുള്ള ഒരു എക്സ്പ്രഷനെ 3 + 4 എന്ന് എഴുതിയത് അല്ലെ +3 4 എന്ന് എഴുതിയതിനെ ഇവാലുവേറ്റ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് പുറത്തായിട്ട് വീണ്ടും ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇവിടെ ഞാൻ കോട്ട് എന്ന് എഴുതി കൊടുത്താൽ മതി. കോട്ട്. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് +3 4 എന്ന് തന്നെയായിരിക്കും. കോട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന എക്സ്പ്രഷനെ അതുപോലെ തന്നെ പ്രിന്റ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ഇവാലുവേഷൻ വേണ്ട എന്നുള്ള, റീഡ്, ഇവാലുവേറ്റ്, പ്രിന്റ് എന്നായിരുന്നു. ആ ഇവാലുവേഷൻ വേണ്ട എന്നുള്ളതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ കോട്ടിന് പകരം നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ ഒരു സിമ്പൽ ഉപയോഗിച്ചാലും മതി. +3
ഇങ്ങനെ ഈ കോട്ടിന് സെയിം തന്നെയാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതിന്റെ മീനിങ് എന്ത് തന്നെയായിരിക്കും? നമുക്ക് കിട്ടുന്നത് +3 4 എന്ന് തന്നെയായിരിക്കും. എന്ന് തന്നെയായിരിക്കും ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനകത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് റൺ ടൈമിൽ മാത്രമേ ടൈമിലാണ് നമ്മൾ ഇതിൽ വരുന്ന വേരിയബിൾസിൻ്റെ എല്ലാം ഡേറ്റ ടൈപ്പിനെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ടൈപ്പ് ഈസ് ജനറലി ഡിറ്റർമൈൻഡ് ഇൻ ദ റൺ ടൈം. റൺ ടൈമിലാണ് നമ്മൾ ഡേറ്റ ടൈപ്പ് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് എഴുതി കാണിക്കാം. എല്ലാം നമ്മൾ എഴുതുന്നത് എന്തിൽ എഴുതണമെന്നാ പറഞ്ഞത്? ഇഫ് ബ്രാക്കറ്റിനകത്ത് എഴുതണമെന്നാ പറഞ്ഞത്. ഇതെങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എത്ര ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അത്ര തന്നെ ക്ലോസ് ചെയ്തും കൊടുക്കണം. ഇവിടെ നോക്കൂ, ഇത് എങ്ങനെയാ വായിക്കേണ്ടത്? ഇഫ് ഗ്രേറ്റർ ദാൻ A0. എങ്ങനെ വായിക്കുക? A ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? +2 3 എന്താ 2 + 3 ചെയ്യുക. എൽസ് ഇതെന്താ 2 + ഇത് ചെയ്യുക. A4 എന്ന് പറയുന്നത് ചെയ്യുക എന്ന് പറഞ്ഞു. ഇനി ഞാൻ ഇതിന്റെ ഇൻപുട്ടായിട്ട് കൊടുത്ത ഒരു വാല്യൂ എന്താണ്? ഒരു പോസിറ്റീവ് നമ്പറാണ് ഞാൻ ഇൻപുട്ടായിട്ട് കൊടുത്തത്. എയുടെ വാല്യൂ ആയിട്ട് ഞാൻ ഒരു പോസിറ്റീവ് നമ്പറിനെയാണ് കൊടുത്തതെങ്കിൽ A = 1 എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ A ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ. ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇഫ് A ആണെങ്കിൽ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്നാണ്. അപ്പം A ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ഫസ്റ്റ് പാർട്ട് 2 + 3 ചെയ്യുന്നു. ഔട്ട്പുട്ട് വിൽ ബി 5. ഇനി ഞാൻ -1 ആണ് എയുടെ പോർഷനിൽ കൊടുത്തതെങ്കിലോ A ലെസ് ദാൻ 0 ആണെങ്കിൽ എന്ത് ചെയ്യാനാണ് പറയുന്നത്? +2 4 എന്നാണ് പറഞ്ഞത്. ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? +2 ഒരു സ്ട്രിങ്ങും ഒരു ഇൻറ്റിജറൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അവിടെ ഒരു എറർ ആയിരിക്കും വരിക. എന്തുകൊണ്ട്? ആ ടൈമിൽ മാത്രമേ ടൈപ്പ് ചെക്ക് ചെയ്യൂ. ചില സമയത്ത് നമ്മൾ പോസിറ്റീവ് നമ്പർ കൊടുക്കുമ്പോൾ ഈ എക്സ്പ്രഷൻ വർക്ക് ചെയ്യും, നെഗറ്റീവ് നമ്പർ കൊടുക്കുമ്പോൾ എറർ ആയിരിക്കും വരിക.